നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഡബിൾ വൺ ഡേയ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങിയ ഡേറ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് രാവിലെ നേരത്തെ എഴുന്നേറ്റ്. അപ്പൊ രാവിലെ എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നമ്മളെ ഉറങ്ങിപ്പോയി, എണീച്ചിട്ടില്ല. അവനെണീറ്റ് അവന് ഫുഡ് വെച്ച് കൊടുക്കണം ഗൈസ്. അവന്റെ വീട്ടിൽ നിന്ന് മുകളിൽ ആളില്ല. അവനിപ്പോ മിക്കവാറും ഇവിടെ തന്നെ വൈകിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അവര് വരുന്നതായിരിക്കും. എന്നെ വിളിച്ച് പറഞ്ഞ് പൂച്ചയ്ക്കും കൊടുക്കണേ എന്ന് പറഞ്ഞു. ഇവൻ സ്ഥിരം കസ്റ്റമർ ആണ്. നമ്മൾ കക്കാൻ വേണ്ടി ഇവിടെ വരെ വരും. ഇവൻ എപ്പോഴും ഒന്നും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ പൂച്ച ഇടയ്ക്ക് ഒന്ന് കക്കാറ പതിവ്. എന്നാലും കുഴപ്പമില്ല, പൂച്ചയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കണം, എന്തിനൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ള പ്ലാനിലിരിക്കുന്നത്. നമ്മളിപ്പോൾ എണീറ്റിട്ട് ശരിക്കും പറഞ്ഞാൽ തേങ്ങ പൊളിച്ചതാണ്. ഇനിയിപ്പോൾ മഴക്കാറ് കാരണം ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ എല്ലാം രാവിലെ എടുത്ത് നടത്തിട്ട് സംഭവം മഴ പെയ്യുന്ന നേരത്തെ ഇത് സംഭവം നേരത്തെ പുറത്തുനിന്ന ഡ്രസ്സാണ്. ഇതെല്ലാം പുറത്ത് ഇവിടെ കിടന്ന ഡ്രസ്സാണ്. ഞാൻ എല്ലായിടത്തും അകത്തിട്ടു ഗൈസ്. കാരണം ഭയങ്കരമായിട്ട് മഴ പെട്ടെന്ന് പെയ്തു രാവിലെ. എന്നുവെച്ചാൽ വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ മാറി ഒരു 8:30 കഴിഞ്ഞപ്പോൾ മഴ പെയ്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലായിടത്തും അകത്തിട്ട് ആ സമയത്ത് ശ്രുതി ഉറങ്ങുമായിരുന്നു. എല്ലായിടത്തും അകത്തിട്ട് പിന്നെ ഇപ്പോൾ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് തോന്നുന്നു. ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, കാണുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ പൊടിയുന്ന വെള്ളം കൈ പുറത്ത് വെച്ചപ്പിക്കും നനവ് തട്ടുന്നുണ്ട്. അപ്പോൾ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുക ചെറുതായിട്ട്. വല്ലാണ്ട് പെയ്യാൻ കാർമേഘം കൊണ്ടുവന്ന് വന്നിട്ട്. അപ്പോൾ ശ്രുതി എന്തായാലും ഫുഡിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിക്ക് പൊരിക്കാൻ പോയി. കണ്ട് കിച്ച് കിടന്ന് ഉറങ്ങാട്ടെ, എണീക്കുമ്പോൾ ഫുഡ് കൊടുക്കാം. എന്ത് കടായി സാമ്പാർ അതാണ് കഴിച്ച്. സാമ്പാർ ഒരാഴ്ചക്ക് മുകളിലായി. ആ ചൂടാക്കി വെക്ക്, കുഴപ്പമില്ല. ഒരാഴ്ചക്ക് മുകളിലായി കേസ്. ശ്രുതിയാണത് കളയാന്ന് പറഞ്ഞു. ഞാൻ കേടായിട്ടില്ലെങ്കിൽ എന്താ കളയുന്നത്, ചൂടാക്കി വെച്ചാൽ മതിയല്ല, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചാവൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയ സാമ്പാറല്ലേ. അതുകൊണ്ടാണ് പേടി. ശ്രുതി പറഞ്ഞോ കേസ്. തേങ്ങ രാവിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്. വിശക്കണം നന്നായിട്ട്. പുട്ട കോവൽ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം. പിന്നെ 2 കോവൽ ദോശയും കൂടെ നമുക്ക് പൂച്ച കൊണ്ട് കൊടുക്കാം. അതിന് മീനില്ലാതെ കഴിക്കുന്നതാണെങ്കിൽ കഴിക്കട്ടെ. ഇവിടെ മീനില്ലെന്ന് കൊടുക്കാനായിട്ട്. ഞാൻ മീൻകാരൻ വിളിച്ചോട്ടെ. ഞാൻ മീൻകാരൻ വിളിച്ചോട്ടെ, മീൻ ഉണ്ടോന്ന് വെച്ചോളാം. സാമ്പാർ ഗൈസ് 10 ദിവസമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ 7 ദിവസമല്ല, 10 ദിവസമായി ഞാൻ സാമ്പാർ വെച്ചിട്ട്. ശ്രുതി തേങ്ങ ചിരണ്ടാൻ വേണ്ടി പോയിക്കാം. ചിലവ് കഴുകിക്കൊണ്ടിരിക്കണം. ഓക്കെ. ഞാൻ ഇവിടെ ശ്രുതി ചിലവും കൊണ്ട് ശ്രുതി കാണാറില്ല. ഞാൻ ഇപ്പോൾ അവിടെ പോയി നനച്ചതാ, ചിലവ് ചെയ്യാൻ വേണ്ടി പോയതാ. ഒരാൾ തേങ്ങ കുടിക്കാൻ വേണ്ടി പോയിട്ട് തേങ്ങ കുടിച്ചുകൊണ്ടെന്ന് കോലം കണ്ടാൽ കേസ്. ഇതിനകത്ത് എങ്ങനെ ചിരണ്ടെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. തേങ്ങ എന്തിനാണ് ചിരണ്ടട്ടെ. ഞാൻ എൻ്റെ പറ്റി കാണാൻ എന്തായാലും ശ്രുതിയുടെ തേങ്ങ ചിരണ്ടൻ. ശ്രുതി തേങ്ങ ചിരണ്ടട്ടെ. ഞാൻ കിച്ചണിലുള്ള ഫുഡൊക്കെ കാണാൻ ഒരു പ്ലേറ്റൊക്കെ എടുക്കട്ടെ വീട്ട്. അതിനകത്ത് തേങ്ങത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നല്ല. എന്തുകൊണ്ട് പുതിയ ഗൈസ് നമ്മൾ ആ പുട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. പുട്ട് ഏകദേശം പുട്ടായിട്ടുണ്ട്. ഒന്നുകൂടി ചൂടാക്കാണോ? ആയിക്കോട്ടെ. അപ്പോൾ ഇളക്കിയിട്ട് ഒന്നുകൂടി ആവിയിട്ടാണ് സാമ്പാർ ചൂടാക്കി. മുട്ട പുഴുങ്ങി, പപ്പടം വേണം. പപ്പടം കൊണ്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. പുട്ടിന് പിന്നെ പപ്പടം ഇല്ലാതെ തോന്നും. പപ്പടം എടുത്തില്ല. പപ്പടം തീരാറായില്ലേ? ലാസ്റ്റായി. ഞാൻ കാണിച്ചത് പപ്പടം നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. എലിയുടെ ശല്യം കാര്യം ഇവിടെ കൊണ്ടുവെക്കുന്നത്. എവിടെ വെച്ചാൽ എലി എടുത്തിട്ട് പോകും. അത് വേറെ കാര്യം കേട്ടോ. തീരാറായി കുറച്ചുള്ളൂ. എണ്ണയാണെങ്കിൽ ഇന്നലെ ഉണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയ എണ്ണയുടെ ബാക്കി എണ്ണയുടെ പാകിക്കുന്ന പപ്പടം പുറക്കാണ്. എണ്ണ തീരാറായി. തീർന്നല്ല ഏകദേശം. വാളി എന്നൊക്കെ നീ സപ്ലൈ പോയി വാങ്ങിക്കണം. പോയിട്ട് ഒരു ദിവസം പോകണം. ഇല്ലെന്ന് വെച്ചോ പൈസ ഇട്ടിട്ട് പോവാം. ബാത്റൂം പോകേണ്ട ശ്രുതി ഓടിക്കളഞ്ഞ് ഞാൻ പപ്പടം പുറക്കാം. അവർക്ക് പോകണമല്ല. പോട്ടെ. സ്തുതിക്കുന്ന എങ്ങനെയൊക്കെയാണ് കേസ്. ഇടയ്ക്ക് വയറ് വേനാണ്ട് ഓടും. അതേ കേസ് 4 പപ്പടം പുറത്തുണ്ട്. 2 ശ്രുതിക്ക് 2 എനിക്ക്. ഉച്ചങ്ങനെ ഉറങ്ങാം. ഉച്ചയിട്ടില്ല. മഴ കണ്ടോ കേസ്. പുറത്ത് അടിപൊളി മഴയല്ലേ. മഴയാണ്. ശ്രുതി മഴയത്ത് കുടയും പിടിച്ച് വെള്ളമെടുക്കാൻ വേണ്ടി പോയിട്ട് വരികയാണ്. പാത്രം കൈകാലുള്ളതാണ് നമുക്കിവിടെ. അപ്പോൾ എന്തായാലും
ഇത് എൻ്റെ ബ്രഷ് സ്റ്റുഡിയോ കൊണ്ടുവച്ചായിരുന്നു, അതെടുത്തുകൊണ്ട് വരാണ്. എന്താ കരിമീൻ മണം? പപ്പടം പപ്പടം കഴിഞ്ഞ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞായിരുന്നു. ഒറ്റയ്ക്ക് പോയി പല്ലേച്ച പറ്റി. ഞാൻ നേരത്തെ പല്ലേക്കാൻ കാരണം നീ ലേറ്റായി ഞാൻ ആദ്യം പറ്റും. മിണ്ടണ്ട. ഞാൻ ആദ്യം പല്ലേച്ചിന് ദേഷ്യം, ഞാൻ പല്ലേച്ചിന് ദേഷ്യം ആദ്യം. ശ്രുതിയാണെങ്കിൽ നേരത്തെ പല്ലേക്കാൻ മതി, നേരത്തെ നിൽക്കണം. നീ എണീക്കാത്ത ഞാൻ ആദ്യം പറ്റും. പിന്നെ ഞാൻ ആദ്യം പല്ലേച്ചിന് ദേഷ്യം. മഴയാണ് കേസ്. ശ്രുതിക്ക് ഒരു പപ്പടത്തിന് ഒരു പപ്പടം, ശ്രുതിക്ക് 3 പപ്പടം വേണത്. എന്ന് വെച്ചാൽ എന്നെക്കാളും കൂടുതലാണ് അവള് സാമ്പാറില്ലാതെ പുട്ടും പപ്പടവും മുട്ടയും കഴിക്കുന്നത്. അതുകൊണ്ട് പപ്പടം ഒരെണ്ണം എക്സ്ട്രാ വേണം തൊട്ട് ശ്രുതി കലിപ്പായി. അപ്പോൾ ശ്രുതിക്ക് ഞാൻ ഒരു പപ്പടം കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം കൊടുത്ത് തെങ്ങിലോട്ട് 2 ആക്കാൻ വേണ്ടിയിട്ട് 2 പപ്പടം ആക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം കീറി 4 എണ്ണം കീറി സെറ്റാക്കണം. എന്താ തേങ്ങ എന്ത് പറ്റി? ഇതിന് കുറേ പപ്പടം വേണോ? പപ്പടം എണ്ണത്തിലാണോ ശ്രുതിയുടെ കാര്യം? ശ്രുതിക്ക് എണ്ണത്തിലാണ് കേസ് കാര്യം. അതുകൊണ്ട് കുറേ എണ്ണം വേണം എന്നുള്ളതുകൊണ്ട് ഓരോരോ പീസായിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്ത് പപ്പടം മുറക്കുകയാണ്. തേങ്ങയുടെയൊക്കെ ഓരോരോ പ്രാന്ത്, എന്ത് പറയാൻ. ഞാൻ കുഴപ്പമില്ല, ഉണ്ടാകട്ടെ. പുട്ട് ആവശ്യമായിട്ടുണ്ട്. പുട്ട് ഓഫ് ചെയ്താ കിച്ചനോട് കൊടുക്കാം. കിച്ചും പുട്ട് കഴിക്കും കേസ്. പിന്നെ അവൻ്റെ ഡ്രൈ ഫ്രൂട്ട് തീരാറായി. അപ്പോൾ പുട്ട് കൊടുക്കാം അല്ലേ വേണ്ട നിശു, അവന് ഡ്രൈ ഫ്രൂട്ട് കൊടുക്കാം നമുക്ക്. അല്ല പുട്ട് നമുക്ക് പൂച്ചക്ക് കൊടുക്കാം, അല്ല ശരിയാവില്ല. അപ്പോൾ കിച്ചനും പുട്ട് കൊടുക്കാം കേസ്. ഞാൻ പ്ലേറ്റ് കൊടുക്കാം. ഞാൻ വെച്ച് പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ പൂച്ചയ്ക്ക് അവർ ഓൾറെഡി രാവിലെ ഫുഡും ഇവിടെ വരും. അതാണ്. അപ്പോൾ ആ പൂച്ചയ്ക്ക് ഫുഡ് ഇപ്പോൾ രാവിലെ കൊടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. കക്കാൻ വേണ്ടി വരും. ഇവിടെ കക്ക ഒന്നുമില്ല, എന്നാലും പറ്റും കക്കാനായിട്ട്. തൈര് കടിച്ചു പൊട്ടിച്ചു. ഞാൻ തൈര് പാത്രത്തിലോട്ട് മാറ്റുന്നത്. വേപ്പിലരക്കാനുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവിച്ചാൽ എൻ്റെ കാലിൽ മറ്റേ പുഴു വാട്ടിയിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ അത് മാറുന്നില്ല. അപ്പോൾ ശ്രുതി അതിൻ്റെ ഭാഗമായിട്ട് വേപ്പില അരച്ച് വെച്ചാൽ മാറുന്നു പറഞ്ഞിട്ട് അത് അരക്കാനുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ പിന്നെ ചെയ്താൽ പോരെ, ഭക്ഷണം വെച്ചിട്ട് ചെയ്യാവാ. ശ്രുതി തുമ്പി ബാക്കിയുള്ളവർ ചെവി മുട്ടിക്കും. ജാറ് ചൂടുള്ള വെച്ച് കഴുകിയതാണ്. കൈയൊക്കെ പൊളിച്ച് അതാണ് ആദ്യമേ താഴത്ത് ചോദിച്ച പോലെ ഇരുന്ന. നീ മുകളിൽ ചോദിച്ചു, പിന്നെ വീണ്ടും താഴത്തേക്ക് വെച്ച്. എന്തിനാണ്? ബോധം വേണ്ടേ നിനക്ക്? ഇല്ലാത്തോണ്ട സമ്മതിച്ചില്ലാത്തോണ്ടെന്ന് അറിയാതെ സമ്മതിച്ച് ശരിക്കും വൈക. ആയിക്കോട്ടെ, ഞാൻ വീഴുമ്പോൾ നീ ചിരിക്കാറില്ല ഇപ്പത്. അപ്പൊ പിന്നെ ഞാൻ പറ്റും. നീ ചിരിക്കാണ് ഞാൻ എപ്പോഴും. മഴ കൂടി ഭക്ഷണം കഴിക്കാൻ തരും. പുതിയ കിച്ചുവിന് പ്ലേറ്റിൽ ഭക്ഷണം കൊണ്ടു വേണ്ടി പോകണം. ഫസ്റ്റ് അവൻ്റെ പ്ലേറ്റിലല്ലേ. അവന് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേസ്. അവൻ്റെ തേങ്ങ കൊത്തുള്ള ഭാഗം നോക്കിയിട്ട് കൊടുക്കാണ് ശ്രുതി. അവിടെ എല്ലാവരും എല്ലാം എനിക്കും വേണം തേങ്ങ. അവനൊരു വിസിറ്റുള്ള മതി. പിന്നെ തേങ്ങയ്ക്ക് ഇഷ്ടമാണ് തേങ്ങ. മതി ഇതെന്താണ് 3 തവി ചോറ്. 3 തവി ചോറാണ്. കുഴപ്പമില്ല, കഴിക്കട്ടെ. അവൻ കിടന്നുറങ്ങും. അവൻ എണീറ്റിട്ട് വീട്ടിൽ കിടക്കണം. ചൂടല്ലേ, ചൂട് കുറച്ച് ഇതാവട്ടെ. ലേറ്റ് നമുക്കുള്ള പ്ലേറ്റാണോ നോക്കണത്? എന്താണ് ആലോചിക്കണത്? അപ്പോൾ സാമ്പാർ എടുക്കാനാ? അപ്പോൾ പപ്പടം എടുക്കാൻ? ഇതിനെ കൊണ്ടുവച്ചാൽ വിറ്റാണ്. പപ്പടം എണ്ണം കൂടുതലുണ്ടെങ്കിലേ കഴിക്കുള്ളൂ. എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പോയി ഇത് കിച്ചൺ വെച്ച് നോക്കട്ടെ കേസ്. അപ്പോൾ ഫാൻ കാറ്റ് വേണ്ടി വരില്ലേ? ഫാൻ ഇട്ടിട്ടുണ്ട് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാറിക്കോളും. ഇവിടെ ഇരിക്കട്ടെ, ചൂടായിട്ട് കൊടുക്കാം. ബാക്കി കഴിച്ചിട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ആയിരിക്കുകയാണ്. സാമ്പാർ അങ്ങനെ എടുത്തോ? ഞാൻ കട്ടിൽ വിരിക്കട്ടെ ഓടിപ്പോയിട്ട്. നമ്മൾ കട്ടിലിൽ ഷീറ്റ് വിരിക്കാറ് പതിവ്. അപ്പോൾ വിരിച്ചിട്ടില്ല, വിരിക്കണം. നമ്മൾ കട്ടിലിരുന്ന ഭക്ഷണം കേസ്. പുത്തിരി എല്ലാം കൂടെ കിച്ചിലെ പുട്ട് വെച്ചുകൊണ്ടിരിക്കണം കേസ്. കിച്ചുവിന് ഗോതമ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കറി ഒന്നും വേണ്ട ഗോതമ്പുട്ട്. അയ്യോ, കിച്ചുവിന് ഗോതമ്പുട്ടൊന്നും കറിയൊന്നും ആവശ്യമില്ല. എടുക്കാം അവൻ കഴിക്കാണ്. സുധീര മുട്ട പുഴുങ്ങിയത് പൊട്ടിച്ചുകൊണ്ടിരിക്കാം. ഞാൻ ആകുമ്പോഴേക്കും ഇവിടെ ചെന്ന് ജാർ തട്ടിയിട്ടു കേസ്. ജാർ നിൽത്തു പോകുന്നു, എൻ്റെ കൈ തട്ടി, എൻ്റെ കാല് തട്ടിട്ട് പോകുന്നു. അത് തുറക്കട്ടെ. കോട നോക്കും കേസ്, നല്ല അടിപൊളി കോടയാണ്. ക്യാമറയിൽ കുറച്ച് കാണുന്നു തോന്നുന്നു, പക്ഷെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കോട ഇറങ്ങി കാണുന്നില്ല, അത്രയ്ക്കും മഴയാണ്. പക്ഷേ വീഡിയോയിൽ കാണൂല, ആ പ്രശ്നം. കഴിച്ചു തുടങ്ങി. ഞാനും പോയി കഴിക്കട്ടെ കേസ്. മൊബൈലിൽ സിനിമ വെച്ച് അതും കണ്ടുകൂടെ കഴിക്കണത്. എന്തായാലും കഴിക്കാം, ഞാനും കഴിക്കട്ടെ. ഇത് അങ്ങ് മുകളിലേക്ക് കയറി പോകണം കേസ്. സംഭവിച്ചാൽ ഒരു ഓർഡർ എടുക്കാണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറി പോണത്. ആള് നാളെ പൊടികളൊക്കെ കിട്ടുന്നൊരു കുപ്പി ഓർഡർ ചെയ്തായിരുന്നു അടുക്കളയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, ആ വാങ്ങിക്കാൻ വേണ്ടി പോകണം. ഞാൻ പോകണില്ല, മഴ വരുന്നതുകൊണ്ട് ഞാൻ പോകണില്ല. ഞാൻ അവിടെ താഴത്ത് നിൽക്കാമെന്ന് വെച്ച് ശ്രുതി പോട്ടെ. ഇതേ ഓർഡർ വാങ്ങിച്ച്. അപ്പോൾ ഇതേ ശ്രുതി സാധനം വാങ്ങിച്ച് ഇതിൽ കൂടെ ഇറങ്ങി. കാരണം അതിൽ കൂടെ കുടയും പിടിച്ചിറങ്ങാൻ പറ്റില്ല. പക്ഷേ കുട ഇപ്പോൾ ശ്രുതി വേണ്ടെന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ് കുട എനിക്ക് എന്നിട്ട് പോയി കളഞ്ഞ്. പക്ഷെ ഓൾറെഡി ഞാൻ നനഞ്ഞു, അത് വേറെ കാര്യം കേട്ടോ. ഞാൻ മുരടോട് മഴയുടെ മുകളിലെത്തിപ്പോയിക്കും മഴ പെട്ടെന്ന് ചെയ്ത് ശ്രുതി കുടയുടെ കൊണ്ട് താഴത്ത് പോയി കുട എടുത്തുകൊണ്ട് വന്ന് പിന്നെ അതേ ശ്രുതിയോട് അങ്ങോട്ട് പോകുന്നു. എനിക്ക് ഫോൺ വന്നപ്പോഴേക്കും ഞാൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ മമ്മിയായിട്ട്. ആകുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് പോയി കളഞ്ഞ് ഒറ്റയ്ക്ക്. ശ്രുതി അങ്ങനെയാണല്ലോ, കുഴപ്പമില്ല, പോട്ടെ. നമുക്കത് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. എന്താണ് സാധനം എനിക്കറിയാൻ പാടില്ല. എന്തോ ബോക്സ് നിൽക്കാം എന്നാണ് പറഞ്ഞത്, തേങ്ങ പറഞ്ഞത്. നല്ലതാണോ ചീത്തതാണോ ദൈവത്തിനറിയാം എങ്ങനത്തെ സാധനമൊന്ന്. ഫ്ലിപ്കാർട്ടല്ലേ, മീഷോ ആണെങ്കിൽ കൊള്ളില്ലെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടാണെങ്കിൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. മീഷോയിലുള്ള സാധനം പലതും അല്ലാന്ന് എനിക്ക് അനുഭവമുണ്ട്. കാരണം വീട്ടിൽ ടി വിയുടെ റിമോട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ആ റിമോട്ടിന് 1500 ഒറിജിനൽ റിമോട്ടിന്. അപ്പോൾ മീഷോയിൽ പോയപ്പോൾ 200 അനിയൻ 200 രൂപയ്ക്ക് ഓർഡർ ചെയ്ത്. പക്ഷെ വന്നപ്പോഴേക്കും റിമോട്ടിൻ്റെ മൗസ് പോയിൻ്റ് വർക്ക് ചെയ്യാനുള്ള, പിന്നെ ആ റിമോട്ട് ഇപ്പോൾ ഒട്ടും വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അത് മിക്കവാറും മാറ്റിയിട്ട് പുതിയ റിമോട്ട് വാങ്ങേണ്ട അവസ്ഥയാണെന്നൊക്കെ വീട്ടിലൊക്കെ പറയണത്. അപ്പോൾ വാങ്ങുമ്പോൾ നല്ലത് കമ്പനി സാധനം വാങ്ങുക, LG ടി ആണ്. അപ്പോൾ അവർ തന്നെ വാങ്ങിച്ചതിന് രക്ഷപ്പെട്ട് പോയെന്നേ. വെറുതെ 200 രൂപ പോയി എന്നൊക്കെ പറഞ്ഞ പോലെ. അതുകൊണ്ട് എനിക്ക് മീഷോ അത്ര പ്രതീക്ഷയില്ല. ഫ്ലിപ്കാർട്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു വിശ്വാസം. ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള കമ്പനിയല്ലേ, നമ്മൾ നേരത്തെ അറിയുന്ന കമ്പനി. അതിൻ്റെ പേരിൽ ഞാൻ പണ്ട് ഡ്രസ്സും ഷൂ ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണെന്ന് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കി അൺബോക്സ് ചെയ്യാം. തേങ്ങ വെയിറ്റ് ചെയ്യട്ടാ, ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്യാം. ആക്രമണം കാണിക്കരുത്. ഓ, നീ ഉണർന്നാ? ഫുള്ളും കഴിച്ചില്ലല്ലേ? ബാക്കിൻ്റെ അപ്പം കഴിക്കൂടാ. നമുക്ക് കുറച്ചുകൂടി കഴിക്കാനുണ്ട്. അവൻ കഴിക്കുന്നത്, അവൻ കഴിക്കാതെ പോകാനാണ്. കുറച്ച് ദിവസം കഴിക്കോളൂ, പുട്ടല്ലേ. ആ, അപ്പോൾ ഗൈസ് അതെ ശ്രുതി അൺബോക്സ് ചെയ്യട്ടെ ബോക്സസ്. എങ്ങനെയുണ്ട് നോക്കണം. ടോർച്ചൊക്കെ എത്തിച്ചിട്ടൊക്കെ കണ്ടുപോയി ഗൈസ്. ടോർച്ച് എത്തിച്ചിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. നല്ല ബോക്സസ് ആണോ, സെറ്റാണോ? എത്ര ബോക്സ് ഉണ്ട്? അഞ്ച് 6. അപ്പോൾ അടപ്പൊന്നുമില്ല ബാക്കിയുള്ളതിനൊന്നും. ആ, അപ്പോൾ 12 ബോക്സാ സെറ്റ്. അപ്പോൾ കുഴപ്പമില്ല, കുറേ സാധനം ഇട്ട് വെക്കാമല്ലോ. ഇത് ശരിക്കും ഫ്രിഡ്ജിൽ വെക്കുന്ന ബോക്സ് അല്ലേ? ഫ്രിഡ്ജിൽ വെക്കണതല്ലേ? ചില്ലാണോ അതോ പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് ആണ് കേസ്. ചില്ലാണ് പൈസ കൊടുക്കുന്നത്, പ്ലാസ്റ്റിക് ആണെങ്കിൽ എയർടൈറ്റാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത. ചില്ലാണെങ്കിൽ പൈസ കൂടുതലാണ് കേസ്. കാരണം പണ്ട് ചില്ല് വീട്ടിൽ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ലുലു എന്നൊക്കെ വാങ്ങിച്ചത് കുറേ വർഷം മുമ്പ് എറണാകുളത്തുള്ള വീട്ടിൽ. അതൊക്കെ പൊട്ടിപ്പോയി ഫുള്ളു, വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ബോക്സ് സെറ്റാണ്. 12 ബോക്സ് അല്ലേ? 12 ബോക്സ് 300 രൂപയ്ക്ക് ലാഭമാണ് കേസ്. കാരണം നമ്മൾ 2 3 വാങ്ങുമ്പോൾ 250 രൂപയ്ക്ക് കൊടുക്കാറില്ലേ? നിങ്ങളപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഇതൊക്കെ ഒരുപോലത്തെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അതൊക്കെ ലാഭം അല്ലേ ശ്രുതി? എയർടൈറ്റുള്ള ബോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കതിനകത്ത് നമുക്ക് തിന്നുന്ന സാധനങ്ങളും വീട്ടിലെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനും. അതെ അതെ,
വെച്ചാൽ ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്പൂണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. അപ്പോഴും വാലിഡിറ്റി കൂടിയ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഡേറ്റ് നോക്കി വാങ്ങിച്ചിടണം മല്ലിപ്പൊടി മുളകുപൊടിയൊക്കെ. കാരണം ഡേറ്റ് കഴിഞ്ഞാലും പൂത്ത് പോവല്ലോ. അല്ല ഞാൻ ഇനിയിപ്പം നമുക്ക് ഫ്രിഡ്ജില്ല, പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ സ്ഥിരം ഈ ഇളക്കി പെറുക്കി എടുക്കൂലല്ലോ, അതൊക്കെയാണ് പൂക്കാൻ റീസൺ. വറുത്തിട്ട് ആയിക്കോട്ടെ. മുളക് പൊടിയൊക്കെ വാങ്ങിച്ച് വറുത്തിട്ടിട്ടൊക്കെ പ്ലാനാണ്. പക്ഷെ നാടൻ മുളക് പൊടി പൊടിച്ചില്ലേ? നാടനാണ്. നമ്മൾ വാങ്ങിച്ച് പൊടിച്ചിട്ട് ഇതാക്കുന്ന പ്ലാനിലാണ്. മല്ലിയായാലും വാങ്ങിച്ച് പൊടിച്ച് സെറ്റാക്കി എടുക്കാമല്ലോ. പൊടിച്ച് വെക്കാം. പിന്നെ പരിപ്പ്, പയർ അങ്ങനെ സാധനമൊക്കെ ഇട്ട് വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ഒരു 12 ബോക്സ് അല്ലേ? ലാഭമാണ് ഗൈസ്. കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല, അടിപൊളി. ഫ്രിഡ്ജിലും ആ. ഇത് ഗ്രേ കളറ് അല്ലേ? ഇത് കറുപ്പ് പോലത്തെ. ബോക്സസ് ഒക്കെ വന്നല്ലോ ഗൈസ്. അപ്പോൾ പൊടികളൊക്കെ വറുത്ത് വെക്കാനുള്ള പ്ലാനാണ് ശ്രുതി. കാരണം വറുത്ത് കഴിഞ്ഞാൽ അതാണ് ചീത്തയാവില്ല പെട്ടെന്ന്. മറ്റേ പെട്ടെന്ന് പൂത്തു പോകും അല്ലേ? പക്ഷെ എന്നാലും ചൂടാറണ്ടേ? പ്ലാസ്റ്റിക് കുപ്പിയല്ലേ, ചില്ലുപ്പിയല്ല. ആ. അപ്പോൾ എന്നാലും ശ്രുതി വറുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് മുളക് പൊടി വറുത്തോണ്ടിരിക്കണം അല്ലേ? അതാണ് തുണിക്കൊണ്ടത്. മാത്രമല്ല ഈ പറഞ്ഞ കറണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ടോർച്ച് എത്തിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോർച്ച് എത്തിച്ചേക്കണം മെയിനായിട്ട് എന്തിനും വീണ് കാണണ്ടേ? അതാണ് മെയിനായിട്ട് ടോർച്ച് എത്തിച്ചേക്കുന്നത്. പിന്നെ വെളിച്ചില്ലെങ്കിൽ പണിയാണ്. കറണ്ടൊന്നും അത്രയും പണി ഇത്തിരി കുറയും അല്ലേ? കറണ്ടില്ലാത്തതുകൊണ്ട് സാധനമില്ല. പറഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പർ കുറവാട്ടോ നിശ്ചയം. ഇല്ല, കുറവൊന്നുമല്ല. ന്യൂസ് പേപ്പർ തീർന്നു തോന്നുന്നു. നോക്കട്ടെ. അപ്പം ഞാനിത് ഇളക്കി സെറ്റാക്കി എടുത്ത് ശ്രുതിയുടെ പേപ്പർ വിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കാൻ ചൂടാക്കാൻ വേണ്ടി പുറത്തോട്ട് അതായത് പേപ്പർ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൊണ്ട് കൊടുത്ത് ശ്രുതി ഇത് തട്ടി കൊടുത്ത് സെറ്റാക്കാണ് ചൂടാകാനായിട്ട്. നമ്മുടെ ചവിട്ടിലൊന്നും ആവരുതേ. ഇത് ചൂടാവണം ഗൈസ്. നോക്കി കയറി എനിക്ക് തൊമ്മല് വരാൻ കൊണ്ട് ടെൻഡൻസി നിൽക്കണം ഞാൻ. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ തണുത്തു ഗൈസ്. ഇതൊരു ഡെപ്പയ്ക്കാക്കാം, തകർക്കാം. ഫൈനലി കറണ്ട് വന്നു ഗൈസ്. സമയം 4 മണിയായപ്പോഴത്തേക്ക് കറണ്ട് ഗൈസ് വന്നിട്ടുള്ള പുതിയ ബോക്സിൽ സാധനം കടിക്ക് ഒത്തിരിക്കല്ല. സാധനം അടിക്കും കുറച്ചുകൂടി അടിക്കുക. കട്ടിൽ കൂടെ സാധനം ഒതുങ്ങും അല്ലേ ശ്രുതി? ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ മെയിനായിട്ടും ഈ അളപ്പിൻ്റെ മുകളിൽ സ്റ്റിക്കർ അടിച്ച് എഴുതി ഒട്ടിക്കണം എന്തൊക്കെയാണ് സാധനം അല്ലേ? അത് ചെയ്യണം. കല്ലുപ്പ് ആ ഭാഗത്ത് നിന്നോട്ടെ. പൊടി പിന്നെ ഭരണി വാങ്ങിച്ചിട്ടുണ്ടാൽ മതി. ആക്കണം. അതാക്കണം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ ഓർമ്മ. അപ്പോൾ കട്ടിൽ ഒതുക്കാനുള്ള പ്ലാനാണ്. കുറച്ച് കഴിഞ്ഞാൽ കൊതിങ്ങ അത്ര ആയില്ലേ? പച്ചക്കറിയൊക്കെ തീർന്നു. പച്ചക്കറിയൊന്നുമില്ല. എന്താണത്? എന്താ? പുഞ്ചിക്കച്ചാൽ ആ ചേച്ചി തന്നത്. ആ ചെറിയൊരു കുപ്പിയിലാക്കി മതി. കുറച്ച് സാധനം കൊതിക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട്ടിൽ ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ടിൽ സാധനം ഒരുമിച്ച് വെക്കും ചെയ്യാമല്ലോ. ആ ജെല്ല് പറഞ്ഞ് വെട്ടം വരട്ടെ കുറച്ച്. നമുക്ക് വെജിറ്റബിൾ സ്റ്റാൻഡ് ഒന്ന് വലുത് വാങ്ങണം മിഷ്. ആ പൊടിയപ്പ് ഭരണി ഫുള്ളാണോ? ആ പൊട്ടിക്കണ്ട. അപ്പോൾ റൂമിൽ ഷെഫ് വെച്ചാൽ മതി. അതിനകത്ത് ആ തട്ട് വേറെ ഒന്നുമില്ലേ? പച്ചക്കറിയൊക്കെ വേണ്ടേ? ശരിയാണ്. പച്ചക്കറിയൊക്കെ തീർന്നിരിക്കല്ലേ? പിന്നെന്തോന്നിരിക്കണം തട്ടില്ലേ? ആ വിളിച്ചോണ്ട് ഇപ്പോഴാണ് വിളിച്ചാൽ മതി. എന്നിട്ടാണത് പുളിയാ? മസാല കൂട്ടാ? എന്ത് മസാല? ചീത്തയാ? ഓ പറഞ്ഞു കളഞ്ഞേക്ക്. ഉപയോഗിക്കണ്ട. അതൊക്കെ ഒരു അത് ഇതാണ്ടല്ലേ? എന്നിട്ടാണ് ഇതിനകത്തത് പഞ്ചസാര ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കിട്ടുന്നതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേസ്. ഹോസ്പിറ്റൽ വർക്കുമ്പോൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ചായക്ക് കറിയൊക്കെ ഉണ്ടാവും. പഞ്ചസാരയൊക്കെ പാക്കറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരും. ആ റോവൻ്റെ അവിടെ ഇരിക്കണേ. റോവൻ്റെ അടുത്ത് തുറന്ന് ആ റോവൻ്റെ ഇല്ലേ?
അപ്പോൾ സ്റ്റാൻഡ് വിട്ടുണ്ടാവും. ഞാൻ അവിടെ റോബൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാ കട്ട മഴയില്ലെങ്കിൽ ഈ ടേബിൾ എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് കഴുകാം. നീ ഇപ്പം ഇതൊന്ന് ഒതുക്ക്. നീ ഇപ്പം ഇതൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കുപ്പികളൊക്കെ എടുത്ത് വൃത്തിക്ക് വെക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുപ്പി വെക്കാം. ശ്രുതിയൊക്കെ ഒതുക്കി എടുക്കട്ടെ. അത് ഓയിസ്റ്റർ സോസ് അല്ലേ, അത് ഇന്നലെ സോയാബീൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു കുറച്ചൊക്കെ. ഈ സാധനമൊക്കെ ഓയിസ്റ്റർ സോസൊക്കെ പാസ്ത അതൊക്കെ ഉണ്ടാക്കി എടുക്കാനുള്ളതാണ്. ശ്രുതി ഇന്നലെ പാസ്ത ഉണ്ടാക്കിയായിരുന്നു ഗൈസ്, അപ്പോൾ എടുത്തില്ല അത്. ഇവിടെ കൊതിർത്താണ്. നമുക്ക് ഇനി കുറച്ച് കൊത്തവരങ്ങ മാത്രമുണ്ട് ഗൈസ് പച്ചക്കറിയായിട്ട്. അതൊന്നും തോരൻ വെക്കാം. അതൊന്നും ഇല്ല പച്ചക്കറിയായിട്ട്. പച്ചക്കറിയായിട്ട് കിടന്നു. ഉള്ളി തന്നെ ഇല്ല സംശയമാണ് അല്ലേ. അതാണ് തോരൻ വെക്കാനുള്ളത്. തീർന്നു. വെജിറ്റബിൾസ് ഫുള്ളും തീർത്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എലിയെ കൊണ്ട് എലിയുടെ പ്രത്യേകത ഗൈസ്. ഉള്ള എലിനൊക്കെ നമുക്ക് ബാക്കിയുള്ള എലിയും കൂടി കൊല്ലണം. രണ്ടരത്തെ കൊന്നിട്ട് പോയിട്ട് ബാക്കിയുള്ളവർ എടുത്തിടാൻ പറ്റില്ലല്ലോ. എല്ലാവരും കിട്ടണം അല്ലേ ശ്രുതി? കറണ്ട് ഒന്നുകൊണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ആ ഹട്ടിലൊക്കെ കൊടുത്തേക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇതാണ്, കറണ്ട് ഇല്ലെങ്കിൽ എല്ലാം നടക്കൂല, എല്ലാം ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ വേസ്റ്റ് എല്ലാം എടുത്ത് വലിച്ചാൽ കളയണം, പാത്രമൊക്കെ ഒതുക്കണം, പിന്നെ കഴുകി പാത്രമൊക്കെ ഒതുക്കണം, കഴുകാനുള്ളത് കഴുകണം വീണ്ടും. പിന്നെ ആവശ്യമായിട്ട് കുറേ പ്ലാസ്റ്റിക് പാത്രമാണ്, അപ്പോൾ അതൊക്കെ എടുത്ത് കളയാൻ വേണ്ടി വെച്ചു. കവർ ഇഷ്ടംപോലെ കളയാൻ വെച്ചു. പിന്നെ കുറച്ച് പാത്രം പ്ലാസ്റ്റിക് പാത്രം നമ്മൾ കവറിൽ അടച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുക. ശ്രുതി കട്ടിൽ ഫുള്ളും അടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി കൊട്ട അവിടെ വെച്ചേക്കണത് അത് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടെവിടെയും വെക്കണം എന്നുള്ള പ്ലാനിലിരിക്കുന്നു നമ്മൾ. നമ്മുടെ ആ കട്ടിലൊക്കെ ഒരു വിധത്തിലോട്ട് ഒതുങ്ങി കുറച്ച് പാത്രം കായപ്പോൾ ഇനി നമുക്കൊരു പാത്ര സ്റ്റാൻഡ് വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. പൈസ ഇട്ട് മുന്നേ പാത്ര സ്റ്റാൻഡ് വാങ്ങിക്കണം. ഏകദേശം ഇവിടെ വെച്ചിട്ട് നമുക്കൊരു പാത്ര സ്റ്റാൻഡ് വെച്ചാൽ പാത്രമൊക്കെ അടുക്കി വെക്കാം. പിന്നെ പാത്രം കൈ കൊണ്ട് കമത്തി വെക്കാനായിട്ടൊരു കൊട്ടയുണ്ട്, ആ കൊട്ട വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാൽ 2-3 സാധനം വെച്ചാൽ അടുക്കാൻ ഒപ്പമായിരിക്കും, ഒരുപാട് ഹെൽപ്പാവും നമുക്ക്. അപ്പോൾ കട്ടിൽ തന്നെ അടുക്കി വെച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ഒതുങ്ങിയിരിക്കും സ്ഥലം, ഇച്ചിരി സ്പേസ് ആവും നമുക്കപ്പോൾ. പിന്നെ ഇനി കുറച്ച് സാധനം കൂടി ഇവിടുത്തെ ടേബിൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കഴുകിയെടുത്ത് വൃത്തിയാക്കി അവിടെ വെക്കാനുള്ളതാണ്. അത് പൊതുക്കി വൃത്തിയാക്കുന്നതായിരിക്കും. കുറച്ച് ദിവസമായിട്ട് ഒതുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുകാനുള്ള പാത്രം എടുത്തേ പോകുന്നു. ഞാനീ പോയിട്ട് വെള്ളം കോരി കൊടുക്കൽ പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ പണികൾ ഫാസ്റ്റ് തീർത്തിട്ട് ശരിയാവില്ല. കിച്ചുവിനോട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇടയ്ക്കിടയ്ക്ക് എണീക്കും, വീണ്ടും കിടന്നുറങ്ങും, മച്ചപ്പടയൊക്കെ എണീക്കും, വീണ്ടും കിടന്നുറങ്ങും. അവൻ്റെ വീട്ടിൽ ആളില്ലാത്തതിനാണ് കിടത്തുന്നതാണ്. അത് കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തോട്ടെ. നമുക്കൊരു ഉപദ്രവമൊന്നുമില്ലാത്ത പാവമാണ്. അങ്ങനെ ഒതുക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴിയിട്ടില്ല, പാത്രം കുറച്ച് എടുക്കാം. ഫസ്റ്റ് അടിച്ചൊരു വൃത്തിയാക്കി കഴിയണം എൻ്റെ കേസ്. കാരണം ഒതുക്കി കഴിഞ്ഞപ്പോൾ കുറേ വേസ്റ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം പാത്രം കഴിഞ്ഞിട്ട്. വെച്ചു ഇവിടുത്തെ ചവിട്ടി ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് ചവിട്ടിയിട്ട് ഇവിടെ കുടഞ്ഞ് ഇവിടെ അടിച്ചിട്ട് വേണം ചവിട്ടിയിടാനായിട്ട്. ഇവിടെ കൊതിക്ക് വൃത്തിയാക്കട്ടെ. കുറേ കളിച്ചാണ്ട് ഫാസ്റ്റ് അടിച്ച് വീണ്ടും പുട്ടുമയമാണ്. കുറച്ചുകൂടി പുട്ടുണ്ടായിരുന്നു, അവനത് കഴിക്കും. അവന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേസ്. ഞാൻ മട്ടിലെ ഗോതമ്പുട്ടം കഴിക്കുന്നു, അവൻ കഴിക്കണുണ്ട്, അവൻ കഴിക്കട്ടെ. ശ്രുതി തരം അടിച്ചു വെച്ചിക്കൊണ്ടിരിക്കുക, വൃത്തിയാക്കട്ടെ. ശ്രുതി വരുമ്പോൾ ഇവിടുന്ന് കിച്ച് കഴിച്ച് ചെയ്യണം. ഇത് ശരിയാവില്ല, പൊടിയൊക്കെ അവൻ്റെ ഫുഡിലാവും. അത് ശ്രുതി വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. അവൻ കഴിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും വൃത്തിയാക്കട്ടെ. സൈഡിലൊക്കെ വാറാതെ കുറേയുണ്ട് കേസ്. കിച്ച് നിർത്തി കേസ്, കിച്ച് പുട്ടേക്ക് നിർത്തി, കുഴപ്പമില്ല. അത് ബാക്കി പൂച്ചയ്ക്ക് കൊണ്ട് കൊടുക്കാം. മുകളിൽ പൂച്ചയുണ്ടല്ലോ, പൂച്ചയ്ക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കർ കൊണ്ട് കൊടുക്കട്ടെ. ശ്രുതി ഓൾറെഡി പാത്രമായിട്ട് പോയിട്ട് കഴിയാനായിട്ട് കുറച്ച് പാത്രം ഇനി ഈ ചെറിയൊരു പാത്രം കൊണ്ട് കൊടുക്കാണ്ട് നമ്മൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയുടെ കഴുകൾ നടക്കും ഫാസ്റ്റായിട്ട്. നമ്മൾ വെള്ളം കൂടി കൊടുക്കട്ടെ. ഈ പാത്രം കഴിക്കൊണ്ടിരിക്കുക ഞാൻ ചുവന്ന നോക്കിയിട്ട് കൊണ്ട് ചെയ്യും, കാരണം വെള്ളം എടുക്കാണ്ട് കേസ് കുടിക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം എടുത്ത് കൊണ്ടുവരണം പോയിട്ട്. കിച്ചു ഇനിയിപ്പോൾ പുട്ട് കഴിക്കൂല എന്നാണ് പറയുന്നത്. പുട്ട് കഴിച്ചിട്ട് കിച്ചു വേറെ ഫുഡൊന്നും ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിൻ്റെ ഡ്രൈ ഫുഡ് ഉണ്ട്, പക്ഷേ അത് കുറച്ചുള്ളൂ. അത് തീർന്നാൽ പിന്നെ നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത് തരാനുണ്ടാവില്ല. അതുകൊണ്ടാണ് പുട്ടുള്ളത് നമ്മൾ പുട്ട് തന്നത്. നീ കഴിക്കണേ കഴിക്കില്ലേ, മുകളിൽ പൂച്ചയെ കൊണ്ട് കൊടുക്കാം. ജൂലിക്ക് കൊടുക്കും, ജൂലിക്കൊണ്ട് കൊടുക്കും. ഇവന് ജൂലിക്കൊണ്ട് കൊടുത്തു പറഞ്ഞാൽ ഇവന് ഇഷ്ടപ്പെടില്ല. അവൻ കഴിച്ചു കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ കഴിച്ചു കൊടുക്കുമ്പോൾ കുറവും. നോക്കാം. ഇവന് പൂച്ചന് ഇഷ്ടമില്ല കേസ്, ഇവൻ്റെ വീട്ടിലുള്ള ജോലി തന്നെയാണ്. അപ്പോൾ അതേ കേസ് ഞാൻ വെള്ളം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. സുധ അവിടെ ബാക്കിയുള്ള പാത്രം കഴിയിട്ട് ഇപ്പോൾ വരും. ഞാൻ എല്ലായിടത്തും നിന്ന് കൈ പാത്രമൊക്കെ എടുത്തുണ്ടെന്ന്. ഇനി ലാസ്റ്റ് ഒരു ഇടലിച്ചം മാത്രമേ ഉള്ളൂ. അത് കുറച്ച് ശ്രുതി വെള്ളവും കൊണ്ടുവരും, കാരണം ആ വെള്ളം അരിയിടാനുള്ള വെള്ളമാണ്. അത് ശ്രുതി ഇപ്പോൾ കൊണ്ടുവരും. എന്നിട്ടിപ്പോൾ ചോറ് വെക്കാനുള്ള പ്ലാൻ ചെയ്യണം.
6 മണിയായി, ചിലപ്പോൾ സൂര്യൻ ഉദിക്കും ഗൈസ്. കാരണം ശ്രുതി വെള്ളം കോരുന്നു. ശ്രുതി വെള്ളം കോരാറില്ല ഗൈസ്, എപ്പോഴും വെള്ളം കോരുന്ന ഫുൾ എൻ്റെ തലയിലാണ്. ഇന്ന് ശ്രുതി വെള്ളം കോരുന്നു. പക്ഷെ എൻ്റെ ഒന്നെ വൈകിട്ട് 6 മണി, ദൈവം സൂര്യനൊന്നും വന്നേക്കല്ലേ. ഇനി വീണ്ടും പകൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. രാത്രി കിടന്ന് ഉറങ്ങാനുള്ളതാണ്, സൂര്യൻ വരല്ലേ. ശ്രുതിയുടെ ഇത് കണ്ട് ചിലപ്പോൾ സൂര്യനൊക്കെ വന്നാലും വരും. എന്താണ് സംഭവം നടക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണ് ഞാനിപ്പോൾ കുടിക്കാതെ കളി ചെയ്യട്ടെ ഗൈസ്. നടക്കാനാണോ കോരി നടക്കാനാണോ? ഓക്കെ, നിറച്ചോ. നിറഞ്ഞ് പറഞ്ഞല്ല 3 നോക്കിയിട്ട് നിറച്ച പൈസ നിറയും. പതുക്കെ അന്നോട്ട് ഇങ്ങനെ ഉണ്ടാവാൻ ആവശ്യമില്ല, തൊട്ടി നശിപ്പിക്കാനല്ല. അവിടെ തേച്ചൊരിച്ച് കഴിയുമായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രുതി വെള്ളം വെച്ച് കാണുന്നത്. കുറേ പായലുണ്ട് കേസ്. അപ്പോൾ തേച്ചൊരിച്ച് കഴിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുമ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഇല്ലല്ലോ. പായൽ പോയി അത്രയും ആയില്ലേ, അതാണ് ശ്രുതി വൃത്തിയാക്കുന്നത്. വൃത്തിയായെന്ന് ചോദിക്കേണ്ടത്. വൃത്തിയായി ഇനി നോക്കോ, ഞാൻ സെറ്റാക്കാം. വേണ്ട, ശ്രുതി കൈ വയ്ക്കണം. അതുകൊണ്ട് ശ്രുതി വെള്ളം മാത്രം എടുക്കുന്നത്, ബാക്കി ഞാൻ എടുത്തുകൊണ്ടിരാൻ വേണ്ടി പറഞ്ഞിരിക്കേണ്ട അടുത്ത്. കുഴപ്പമില്ല, കൊണ്ടുപോവാം. കിച്ചു വഴി മാറണം. വഴി മാറ്. അവൾ അടിച്ചു വരട്ടെ. അവള് ചൂടെടുത്ത് തന്നെ അടിക്കും. മാറിക്കോ. അല്ലേ ശ്രുതി അലമ്പ് സ്വഭാവം കാണിക്കും. ശ്രുതിയുടെ അലമ്പ് സ്വഭാവം കാണിക്കാൻ വേണ്ടി പോവാണ്. കിച്ചു എണീച്ച് ഓടിക്കോ. ബോടാ മാറിക്ക്. ഈ അലവലാതി പയ്യനെ കൊണ്ട് ശല്യം. ഞാൻ മാറ്റാം. ഞാൻ തട്ടാം. മാറ്. അലമ്പ് കാണിക്കില്ലടാ. മാറൂല എക്സ്റേ എടുത്ത് ഞാൻ കവറിലിട്ട്. തൂത്ത് പഴയ കവറിൽ. ശ്രുതി എക്സ്റേ ഒക്കെ വെച്ചിട്ടാണ് തൂത്ത് മാറിക്കൊണ്ടിരുന്നത്. ഞാൻ എക്സ്റേ എടുത്ത് അവർക്ക് വേസ്റ്റ് ഓണം എടുത്ത് വെച്ചായിരുന്നു. എക്സ്റേ എന്തായാലും തിരിച്ച് കവറിലിട്ട് വെക്കണം. കാരണം നമുക്ക് തൂത്തൊരു പറഞ്ഞാൽ വാങ്ങാം. എക്സ്റേ അടുത്ത മാസം ഇപ്രാവശ്യം കൊണ്ടുവന്ന് കാണണമല്ല. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കാശ് വാങ്ങിച്ചവർക്ക് എക്സ്റേ മാറി. നീ കൂടി കളയാവുന്ന മാറ്റാം. നീ പോ. കിച്ചോണ്ട് ഇന്ന് ഞാനാണ് ഫുഡ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് വില എൻ്റെ അടുത്തുള്ളത്. മനസ്സിലായോ? നമ്മൾ ദൂരെ കൊണ്ട് കൊട. ഇവിടെ കൊടയില്ലേ, പുറത്തിറങ്ങിയപ്പോൾ കൊടയി ബോധില്ലാത്ത തേങ്ങ വഴിയിൽ വെച്ചെന്നെ കൊടയാ ബോധില്ലാതെ. എന്റെ ചുമര് മാന്തി പൊളിച്ചവനെ ഇത് കണ്ടോ? ഇന്നത്തെ മാന്തലത്. ചുമര് മാന്തി കേസാണ്. കേറിക്കോ. അവൻ മാനസ്ഥനാ, കയറൂല. നീ പോയിട്ട് ഞാൻ കയറുള്ളടി നിൽക്കണം അവിടെ. വെയിറ്റ് ഇരിക്കട്ടെ, പുറപ്പിരിക്കട്ടെ, ബനിയും ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യണ. ധൃതിയാണ് അവൻ്റെ സ്ഥലം ആണെന്നുള്ളത് കൊണ്ട് കളന്നു കേസ്. വീണ്ടും അതാണ്. ഇനി ബാക്കിയുള്ള ചെയ്യാം. ഓടിപ്പോയി കുടിച്ച് ഫ്രഷായിട്ട് ഓടി വരാം കേസ്. ശ്രുതി പ്രത്യേകം കഴിഞ്ഞു. ഇനി കുളിക്കൽ മാത്രമാണ് മെയിൻ പരിപാടി, വേറെ പരിപാടികളൊന്നുമില്ല. അരി കൂടി കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം അരി കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയാൽ കുളിച്ച് വരുമ്പിക്കും. എൻ്റെ വൈബ്രേഷൻ കേസ് പോകണ്ടേ. അരി കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി വരുമ്പിക്കും. അരി ആയിട്ട് കുളിക്കാൻ വേണ്ടിയിരിക്കും. ചോറാവുമല്ലോ. പിന്നാമ്പുറത്ത് കൂടെ ഫോണിലാണ് കേസ് ഫാസ്റ്റിന്റെ സൗണ്ട്. എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ? റിങ്ടോണല്ലേ നോട്ടിഫിക്കേഷൻ. നമ്മളിത് ഒന്ന് ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ് കുളിക്കാനുണ്ട്. കാരണം ഭയങ്കര ചൊറിച്ചിൽ, അത് മാറണ്ടേ. അപ്പോൾ അതിട്ട് തിളപ്പിച്ച് കുളിപ്പിക്കാന്ന് വെച്ചാൽ ശ്രുതി. അതിനാണ് ഇപ്പുറത്ത് ഇതിൽ വെള്ളം വെച്ചേക്കുന്നത്. ആ വെള്ളത്തിലേക്ക് നമ്മൾ കെറ്റുന്ന വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുക്കും. കാരണം ഗ്യാസ് വരും അല്ലെങ്കിൽ. എന്നിട്ട് ആര്യവേപ്പ് അതിട്ടിട്ട് അരിയിടാനായിട്ട് കുക്കർ വെള്ളം നിറച്ച് അതിപ്പോൾ അരിയിടും. വേപ്പിലോണ്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി ഈ വെള്ളം തിളച്ചിട്ട് ഈ വെള്ളം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനുള്ള വെള്ളമായി പോയിട്ട് കുളിച്ച് ഫ്രഷാവാം. വേപ്പിലോട്ട് കുളിക്കുന്നത് മിനിറ്റും ഈ പറഞ്ഞ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് കേസ്. നല്ലതാണ്.
ആര്യവേപ്പില. ശ്രുതിക്ക് സംഭവത്തെക്കുറിച്ച് അറിയാം. ശ്രുതി മറ്റേ ആയുർവേദത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് നേരത്തെ. ശ്രുതിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള പ്ലാനിലാണ്. വിരിച്ച സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ആയിക്കോട്ടെ. കിച്ചണിൽ രോമുണ്ട് കേസ് പടിയിൽ. അപ്പോൾ അതൊക്കെ ശ്രുതി വെള്ളം വെച്ച് കഴുകിക്കളയാണ്. വീണ്ടും കുളിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുവരല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്താണ് അരി ഇട്ട് കഴിഞ്ഞു. ഇനി അടച്ച് വെച്ചൊരു വിസിലടിച്ചാലേ 1 2 എത്ര വിസിൽ? 3 വിസിലാ? കാരണം വെള്ളം ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഒരു വിസിലടിക്കും. ആ, അത് കാരണം 3 വിസിൽ. 3 വിസിൽ. ഓ ആയിക്കോട്ടെ. പെട്ടെന്ന് മൂട്, പെട്ടെന്ന്. എന്നിട്ട് ഇപ്പൊ ഞാൻ 2 തൊണ്ടെടുത്ത് ഒരു പുകയ്ക്കാൻ നടത്തും. അതായത് കുളിൻ്റെ ഒന്ന് പോയിക്കാം. അല്ല, ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും പുകയ്ക്കുമ്പോഴും ആയിക്കോട്ടെ. പെട്ടെന്ന് പോയിക്ക്. അല്ല, ഇത് കറണ്ട് പറഞ്ഞില്ല. ആ മാറി നോക്കാം. കെറ്റിൽ വെള്ളം കയറിയാ അതിൻ്റെ സാധനത്തിന് വെള്ളം കയറ്റേണ്ടതാണ്. നശിപ്പിക്കാൻ നിന്നെക്കൊണ്ട് ബാക്കി കാര്യമുള്ളല്ലോ. ഓ ഇപ്പം എൻ്റെ തന്നെ ഇത്. ആയിക്കോട്ടെ, കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ എൻ്റെ ജീവിതം ഇനിയും ബാക്കി. ആ സ്വിച്ച് ഓണാക്കാം ആദ്യം. മാറി നോട്ടെ, ഞാൻ നോക്കാം. അടിച്ചു പോയി കെറ്റില്. അടിപൊളി കെറ്റിലടിച്ചു. പുകച്ചു കൈസ്. ശ്രുതി പുകച്ചുകൊണ്ടിരിക്കുക. പുക മയമാണ് ഫുള്ളും. എന്തായാലും ശ്രുതി പോച്ച് വൃത്തിയാക്കട്ടെ. കൊതുകിനെയൊക്കെ ഓടിക്കുകയാണ്. ശ്രുതി നമ്മുടെ പുകച്ച് തൊട്ട് തൊണ്ടവിടെ കൊണ്ടിട്ട് അവളപ്പോൾ തീർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വേസ്റ്റ് ഇട്ട്. പേപ്പർ വേസ്റ്റ്. ഓ ഞാൻ കുറേ പേപ്പർ വേസ്റ്റ് ഇവിടെ ഇട്ടായിരുന്നു. അതൊക്കെ എടുത്ത് അടുപ്പിട്ട്. ഒരു കാര്യം ചെയ്യാം, കുക്കർ എടുത്ത് അടുപ്പിൻ്റെ വെച്ചേക്ക്. ആ ചൂടിൽ ഇരുന്ന് വേവാണെങ്കിൽ വേഗം തൊട്ടാൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തോ. ആ മതി, 3 വിസിലായല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നാളെ അവിടെ കൊണ്ടുവച്ചോ. വേണ്ടല്ലോ. അപ്പോൾ ആ പോവാ, കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് ഉണ്ടാക്കാം. ബാക്കിക്കാരുണ്ടാക്കാം. നമുക്ക് നടക്കാൻ പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാം. ഇവിടെ കിടന്ന് ഉറങ്ങി കിച്ച് ഉറങ്ങാണ്. പോവാ, സമയമില്ല. ബാക്കി വന്നിട്ട് ചെയ്യാം. നമുക്ക് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാം മതി ബാക്കി കേട്ടോ. ആ ഇപ്പോൾ കുക്ക് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോകലുണ്ടാവില്ല. അന്നത്തെ ദിവസം ഫുള്ള് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാന്തം നിറയ്ക്കും അവസാനം. അതുകൊണ്ട് പോവാം. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ പോവാം. പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ നേരെ പോയി കലച്ചേച്ചിൻ്റെ വീട്ടിൽ പോയി ഒരു ഉള്ളൂടെ നേരെ ഇരിക്കണം, എന്നിട്ട് വരും. വീട് 4 പുട്ട് ഇറങ്ങി നമുക്ക് പോവാം. ഈ പുട്ട് നീ പൂച്ചയ്ക്കുള്ള പുട്ടാണ്. കിച്ചൂടെ കിടന്ന് ഉറങ്ങാണ്. നമ്മൾ പോകുമ്പോൾ അവൻ അവിടെ പുറകെ വരും. അവൻ അവിടെ ഇവിടെ ഒറ്റ കിടക്കൂല. പൂച്ചയ്ക്കുള്ള ഫുഡ് കവറിലെടുക്കുകയാണ്. ഞാൻ കയറ്റം മുകളിലേക്ക്. അപ്പോൾ ഞാൻ മുകളിൽ കയറാം. ശ്രുതി വന്നോളൂ, ഞാൻ മുകളിൽ കയറട്ടെ. കാരണം ഞാൻ കയറാൻ ലേറ്റ് ആവണം. ശ്രുതി പെട്ടെന്ന് വരും. അപ്പോൾ ഞാൻ അതൊക്കെ മുകളിൽ കയറട്ടെ. ഇതിൽ കൂടെ കയറാം, അത് നല്ലത്. ഇതിൽ കൂടെ കയറാൻ പറഞ്ഞത് പെട്ടെന്ന് കയറാമല്ലോ. അപ്പോൾ അതൊക്കെ കയറട്ടെ. ഞാൻ നമ്മൾ മുകളിലെത്തി കിച്ചു കൂടെ ഓടി വന്ന് അവൻ്റെ കിടക്കൂല നമ്മളില്ലാതെ. അവൻ്റെ വീട്ടിലേക്ക് പോണത് അവനറിയാൻ പാടില്ല. അവൻ വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേ പോകാറുള്ളൂ വൈകിട്ട്. അവനത് അങ്ങോട്ട് ഓടിയത്. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഫുള്ളും നശിപ്പിച്ച്. അത് വളരേണ്ട സാധനമായിരുന്നു. അതിലുണ്ടായിരുന്നു കഴിച്ചൊക്കെ ചെറുതില്ലേ, ഒരു കഴിച്ചൊക്കെ ചെറുതുണ്ടായിരുന്നു. അത് പറിച്ചു നിന്ന് പോരാണ്ട് ഫുള്ളായിട്ട് കുത്തി ഇളക്കിയിട്ട് പോയി. ഓ അതിൻ്റെ അടിയത്തെ കരിയേറുന്ന സാധനം തിന്നു. അതുകൊണ്ട് പന്നി കുത്തി ഇളക്കുന്ന ശ്രുതി പറഞ്ഞത്. എന്തായാലും അത് പോയി. ജോലിക്ക് ഫുഡ് കൊണ്ട് കയറി പോകണേ. എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാണ്ട് ഞാൻ താഴെ നിൽക്കാണ്. അവിടെ കൊണ്ട് കൊടുത്തു വരട്ടെ. ഗൈസ്, ആ തെളിഞ്ഞ ഭാഗത്ത് 2 വെട്ടം കാണുന്നില്ലേ, അത് നമ്മുടെ വീടിൻ്റെ ലൈറ്റ് വെട്ടമാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അവൻ്റെ പുട്ടത്തിന് കിച്ചൺ ഇഷ്ടപ്പെട്ടില്ല. കിച്ചൺ ഇതാണ് കീ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇനി എന്തെങ്കിലും വാന്ന് വിളിക്കണം അവനെങ്ങോട്ട് വരാൻ. ഓ അവൻ മുന്നേ ഓടുക. പോകണം, പോട്ടെ. നടക്കാൻ വേണ്ടി പോകണം. പക്ഷേ നടക്കാൻ വേണ്ടി കളി ചേച്ചി വീട് വരെ അവിടെ പോയി കുറച്ച് ചേച്ചി കഥയും പറഞ്ഞ് നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരും. വന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ രാത്രിക്കുള്ള ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊത്തോരങ്ങ തോരനുണ്ടാക്കി മോരുകറി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. തക്കാളി കറിയാ മോരുകറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. മോര് ഉണ്ടാക്കാം. മോര് കേടായി പൊടിയിൽ വഴുതന ഇട്ട് മോരുകറി ഉണ്ടാക്കാം, എന്നിട്ട് കഴിക്കാം എന്ന് വിചാരിക്കുന്നു. തക്കാളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷേ മോര് മിഞ്ഞാന്ന് വാങ്ങിച്ച മോരാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കുമ്പോൾ വാങ്ങിച്ചതാണ്. ഇന്നലെ ഉണ്ടാക്കിയില്ലല്ലോ. ഇന്നും ഉണ്ടാക്കാനത് കേടായി പോകും. ഇവിടെ നമ്മുടെ താഴെ ലൈറ്റുണ്ടോ ഗൈസ്, ഒരു ചെറിയ വട്ടം. അത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ ലൈറ്റാണ് കാണുന്നത്.
അതെ അതെ കിച്ചോടെ പോയി നിന്ന് തിരിഞ്ഞ് നോക്കാൻ നമ്മൾ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ വലിയ ചെലന്തി അല്ലേ? ആ കണ്ട് കണ്ട്. ആ വലിയ ചെലന്തി നമുക്ക് ഗൈസ്, വലിയ ചെലന്തി, വലിയ ചെലന്തി ഗൈസ്. ശ്രുതിയുടെ കണ്ണിൻ്റെ പവറാണ്. അതാണ് ആയാലും കണ്ണ് വെച്ച് വലിയ രീതിയിൽ ഇത്രയും പവർ ശ്രുതിയുടെ കണ്ണിന് എന്ന് പറഞ്ഞാൽ പോലും നോ പ്രോബ്ലം, ശ്രുതിയുടെ കണ്ണ് അടിച്ചു പോകില്ല എന്ന് പറഞ്ഞ ശ്രുതി പറഞ്ഞു. അത് ശ്രുതിയുടെ കോൺഫിഡൻസ് ആണ് അല്ലേ ശ്രുതി? അഹങ്കാരമാണ്, കോൺഫിഡൻസ് എന്ന് പറയാം. പാരമ്പര്യം എന്ന് പറയാം. അപ്പം എന്തായാലും നമുക്ക് പോവാം. അമ്മ മരിക്കുമ്പോൾ അമ്മൂമ്മയുടെ കണ്ണൊരു കുഴപ്പമില്ല. 89 വയസ്സ് മരിച്ചു. ഇപ്പോഴും കണ്ണ് കണ്ണെടുത്ത് നോക്കാറില്ല. ജിങ്കിട ആ കണ്ടു പഠിക്കും. നീ വല്ല പണിയെടുക്കണ്ട. അല്ല പിന്നെ വീട്ടിൽ പോയി പണിയെടുക്കില്ല. അടുത്ത വലിയ വല. ആ സുഖം ദേഹത്ത കേസ് വല്ലടാ നോക്കി വന്നു. അത് കിട്ടിയ ആ കാഴ്ചയുടെ കാര്യം വന്നപ്പോൾ കാഴ്ച പണി കൊടുത്ത് കോണ കാണണ്ട. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? അങ്ങനെ ദൂരെ മലകൾ കാണില്ല. ആ മലകളിലെ വീടുകളൊക്കെ കാണാൻ പറ്റും, ലൈറ്റൊക്കെ കാണാൻ പറ്റും. ഇവിടെ വൈകിട്ട് വന്ന് നിൽക്കാൻ നല്ല രസമാണ് പ്ലീസ്. വൈകിട്ടായാലും രാവിലെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ വീടുണ്ടെങ്കിൽ മുതുക്കെ നടക്കാനൊക്കെ ഇറങ്ങി ഇവിടെ നിൽക്കായിരുന്നു. പ്രകൃതിയെ നോക്കിയിരിക്കുകയാണ്, രസമാണ്. പക്ഷേ ആ ആവശ്യം മീൻ കളറാണ്. നാളെ നാട്ടിൽ മീൻ കിട്ടും, മീൻ പിടിക്കാൻ പോകുന്നവർക്ക്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആകാശം ചുവന്നാൽ ആകാശം കളർ വെച്ചൊക്കെ പറയുന്ന ശ്രുതി പറഞ്ഞത്. മൂത്രമില്ലാത്ത കാല് നോക്കിക്കുന്നത്, വെള്ളം കുടിക്കാതെ എങ്ങനെയാണ് മൂത്രം വരിക? കാറിന്റെ വീലിൽ പോയിട്ട് മുള്ളാൻ വേണ്ടി കാല് പൊക്കണത് ആ വണ്ടിയിലെ ഡ്രൈവർ വണ്ടി കൊണ്ടുപോകും. പട്ടി അവിടെ നിന്നിങ്ങനെ കാരണം മൂത്രം ഒഴിച്ചില്ലല്ലോ. അതാണ് എന്താ ഇവിടെ നമ്മൾ ഡ്രീം ആയിരുന്നു അല്ലേ ശ്രുതി? ഇവിടെ നമ്മൾ ഡ്രീം ആയിരുന്നു അല്ലേ ശ്രുതി? പോട്ടെ, അത് നമുക്ക് കിട്ടും. അതെല്ലാം നമ്മൾ കറങ്ങി വാങ്ങിക്കും. നമ്മുടെ കയ്യിലും അല്ലാതെ എവിടെ പോയാ മൊബൈൽ വെച്ചിട്ടാ വാങ്ങിയ. ആ പോ സമയമില്ല, വാ. സമയം ഏകദേശം 8:30 കഴിഞ്ഞ് 9 മണി ആവാറായി. ഇപ്പോഴാണ് നമ്മൾ തിരിച്ചു കൊണ്ടത്. തേങ്ങ ലേറ്റാക്കി കഥ പറഞ്ഞത്. ചക്ക കിട്ടിയിട്ട് നമുക്ക് പച്ചക്കാണ് നമുക്ക് നാളത്തേക്ക് സെറ്റാക്കാനുള്ളത്. നല്ല ലക്ഷ്യം നാളെ അവിയൽ വെക്കാനാ. ഓക്കെ പോവാൻ എന്തായാലും. അങ്ങനെ നമ്മൾ വീട് തറയുക. ശ്രുതി ഫോണിലാണ്, ഫോൺ സംസാരിച്ചാൽ പോണത്. ഞാൻ വീട് കട്ട് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വീടും. ഇവിടെ നിന്ന് പണിയാണ്. നമ്മളത് വീടത്ത് എന്തായാലും ഇനി പോയിട്ട് കുക്കിംഗ് ഉണ്ട് രാത്രിക്ക്. ശ്രുതി അതേ പറഞ്ഞ് പോകുന്നത് ചേച്ചിയുടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കയറട്ടെ. ശ്രുതി വാതിൽ നോക്കാണ്, നമുക്ക് കയറാം. ശ്രുതിയുടെ ഫോൺ ഫുള്ള് മരയില്ല കേസ്. അപ്പോൾ വേറൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ലോൺ എടുത്തിരുമോ എന്ന് പറയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി എടുത്ത്. ചിപ്പിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ശ്രുതി രാത്രിക്ക് കഴിക്കാണ്ട് ചോറോട് ഊറ്റിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊത്തരങ്ങ തോരനും വെച്ച് മോരുണ്ട്, മോര് കാച്ചി വൈകുന്നേരം മോര് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൂടി ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അല്ലേ ശ്രുതി? അതപ്പോൾ നമ്മുടെ രാത്രിത്തെ ഫുഡ് എന്തായാലും ഫുഡാവട്ടെ, നമുക്ക് കഴിക്കാം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മുടെ പച്ചക്കറിക്ക് തീർന്നു കഴിക്കല്ലേ കേസ്. അതുകൊണ്ട് തന്നെ ഒരു സവാള നമ്മുടെ ശ്രുതി, ഒരു സവാള മാത്രം കൊടുക്കണം. പക്ഷേ ഈ ചെറിയ സവാളയും കൊണ്ട് തോരനും സെറ്റാക്കണം, പിന്നെ മോരുകറി സെറ്റാക്കണം, രണ്ടും സെറ്റാക്കണം. അപ്പോൾ പകുതി തോരനും പകുതി മോരുകറിക്കും ചെയ്യണം അല്ലേ നിശ്ചയം? അതോട് ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ തല കളഞ്ഞില്ല, അതിനകത്തും കേട്. എന്താ പൊന്നു, അതിൻ്റെ പകുതി കേടാണ്, അതിൻ്റെ ഉള്ളിൽ കേട് കേസ്. ഇതേ പോണ് എന്തോന്നറി. നീ വാങ്ങിച്ചില്ലേ സവാള? നീ കഴിഞ്ഞ സോഷ്യൽ വാങ്ങിച്ചപ്പോൾ സവാള നോക്കിയില്ലായിരുന്നു. ഞാൻ കവർ അനിച്ചു നോക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ സവാള ഉള്ളതിൻ്റെ ഒരു വാങ്ങിച്ചില്ലെന്ന് വിചാരിച്ചു. വാങ്ങിക്കേണ്ടതായിരുന്നു, ഒരു 1 കിലോ വാങ്ങിക്കണമായിരുന്നു, ഒരു 20 കിലോ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സവാള ഇല്ല കേസ്, ഉള്ളിയില്ലാതെ ഇത് സെറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ട്. സെപ്പറേറ്റ് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കളോട്ടിക്കണ്ടേ? എന്നാലും കളോട്ടിക്കുമ്പോൾ എണ്ണയ്ക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് കളോട്ടിക്കാറില്ല കേസ്. കറിവേപ്പില എന്നാലും ചെറുതായിട്ടൊന്ന് താളിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ആ ഫ്ലേവർ വരുള്ളൂ. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കും കേസ്. കമൻസ് ആയിട്ട് അറിയിക്കാത്ത എനിക്ക് ഞാൻ പറഞ്ഞ തേങ്ങ സമ്മതിക്കില്ല. കടുക് പൊട്ടിച്ച് ഈ
സാധനം ഇട്ട് വഴറ്റി ലാസ്റ്റ് ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് തേങ്ങ ഒതുക്കിയിടും. അതിനാണ് നീ കടുക് പൊട്ടിച്ച് ഇതൊക്കെ ഇടണമെന്ന്. ഒറ്റയടിക്ക് അതിൻ്റെ ഒപ്പം സവാള കൂടി ചേർത്ത് അരച്ചേണ്ട ആവശ്യമില്ല. ഉള്ളി ആദ്യം എണ്ണയോടൊപ്പം ഇട്ടാൽ എണ്ണയുടെ സ്മെല്ലൊക്കെ കയറിയിട്ടാണ് ബാക്കി ഇതാവേണ്ടത്. ഇങ്ങനെ ഇട്ടാൽ ഒന്നാമത് ഉള്ളി കുറവാണ്. ആ ഞങ്ങളവിടെ എങ്ങനെയാണെന്നല്ല, നീ ഇങ്ങനെയാണെന്ന് പറ. എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യണ പരിപാടിയാന്ന് പറ. അപ്പോൾ ഇതിനാ മോരൊഴിക്കാം. ചെറുപുളി ഉണ്ടോ ഓർണമെങ്കിലും? ആ മോരൊക്കെ ഇട്ടായി. ഇത് ഫുള്ള് അതിനിട്ടോ. ചെറുപുളി ഇപ്പോൾ 1-2 ഉണ്ടാവും കേസ്. കാരണം കഴിഞ്ഞ ഞാൻ കഞ്ഞിക്കെടുത്തപ്പോൾ ഇതുപോലെ ചെറുപുളി കുറവായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ 2 ബാക്കി വെച്ചിട്ടെടുത്തത്. അപ്പോൾ അത് മോരൊക്കെ എടുക്കാം. ഇവിടെ ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടാണ്. കാരണം ക്യാരറ്റിൽ ഇതായി പോകും, കേടായി പോകും. അല്ലേ ശ്രുതി? അതുകൊണ്ട് ക്യാരറ്റ് കൂടി ഇടുക. ഫസ്റ്റ് തോരൻ വെക്കാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ടിരിക്കുക. ഞാൻ ഗൈസ് ഒരു തേങ്ങ പൊതിച്ചുകൊണ്ട് സെറ്റാക്കി കൊടുത്ത് തേങ്ങ പൊതിച്ച് വീട് എടുക്കാൻ പറ്റില്ല. കാരണം ശ്രുതി വേറെ പണിയുടെ വീട് എടുക്കാൻ ശ്രുതി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊതിച്ചു വന്ന് ഫാസ്റ്റോടെ ചെയ്യണമല്ലോ. സമയം ഓൾറെഡി ലേറ്റായി, 9:30 ആയി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാമല്ലോ. മോരറി അതാണ് മോരറി. നമ്മളിത് നമ്മുടെ കായിട്ട മോരറിയാണ്. ഇത് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള പ്ലാനിലാണ്. മോരറി ഉണ്ടാക്കാൻ മോരുണ്ടല്ലോ, അപ്പോൾ അതുണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോൾ ഞാൻ തേങ്ങ പൊതിച്ചുകൊണ്ടെന്ന് അത് ശ്രുതി കുടിച്ച് വിശപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ചിരണ്ടല്ല പൊതിച്ചിട്ട് ഇതാക്കിയിട്ട് എടുക്കാനുള്ള കുത്തിപ്പൂടി ശ്രുതി എടുത്തോളും. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കൊടുക്കട്ടെ. നല്ലൊരു തേങ്ങയായിരുന്നു. പക്ഷേ പൊട്ടിച്ചപ്പോഴേക്കും കുറച്ച് വെള്ളം നിലത്ത് വീണ് കുറേ തേങ്ങകളും പോയി പുറത്തേക്ക്. അത് നിറച്ചുള്ള തേങ്ങകളായിരുന്നു. പക്ഷേ കുറച്ച് പുറത്ത് പോയി തെറിച്ച് പോയി. എന്തെങ്കിലും തേങ്ങ പൊട്ടി നിലത്തോളം വീണ് അങ്ങനെ പണിയായിപ്പോയി. എന്നാ കുടിച്ചോ, നീ മതി. വെള്ളം കുടിച്ചോ, തേങ്ങ കുടിക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങ കുടിച്ച് കുറച്ച് സുഖം അത് കൊത്തിരിഞ്ഞെടുക്കണം. തേങ്ങ അരക്കാനുള്ളതല്ല, അതുകൊണ്ട് കൊത്തിരിഞ്ഞെടുത്താൽ മതിയല്ല. അപ്പോൾ അതാണ് പ്ലാൻ. ഒത്തിരി വേണ്ട. അതല്ല, ആരും കൂടി എടുത്തോ. കാരണം കായൊക്കെ ആ ഇച്ചിരി കൂടുതൽ വെള്ളം പോലെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. നാളത്തെയും കൂടി ചേർത്ത് കറിയിൽ തയ്ക്കുമോ അത്. അതുകൊണ്ടാണ്. അല്ല ഒരു രാത്രിക്ക് വേണ്ടി മാത്രം വേണ്ടി ഇപ്പോൾ തേങ്ങ കുത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എടുത്ത് എടുത്തോ ഫുള്ളായിട്ട്. ആ ഒരാളും മുറി പക്ഷേ മോരടിക്ക് തേങ്ങ അരച്ച് വെക്കുന്നത് തേങ്ങക്കറി കൂടി വെക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കിക്കോ. ടേസ്റ്റ് ആണെങ്കിൽ തേങ്ങ ഇടണം. ഒരു അരമുറി തേങ്ങ ഇടണം ഒരു മോരറി ഉണ്ടാക്കുമ്പോൾ. കാരണം കായൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് വേണ്ടേ, തക്കാളിയൊക്കെ ഇടുമ്പോൾ കായൊക്കെ ഇടും എന്ന് പറയുമ്പോൾ അത്യാവശ്യം. അപ്പോൾ കായൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഇത് വേണ്ടേ. ഓക്കെ ഗൈസ്, അരിപ്പിച്ച് കാണിച്ച് എന്തോ ഇപ്പോൾ നാളെ തേങ്ങ കേടായി കളയാനുള്ള അവസരിക്കും. അല്ലെങ്കിൽ എലി കരണ്ട് കൊണ്ടുവന്നേക്കും. ഇപ്പം കരിനാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. കരിനാക്ക് അത് തോരനാണോ? അത് തോരനല്ലേ? തോരൻ വേണ്ടേ? ആ തോരൻ കുറച്ച് എടുക്കുമല്ലോ. ആ അതെ, തോരൻ ഉള്ളിൽ എന്ത് എടുക്കുമല്ലോ. പിന്നെ കറിക്ക് വേണ്ടേ? ആ എന്തായാലും തേങ്ങ കറി ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ മോര് കഴിക്കുന്നത് മെയിനായിട്ട് തേങ്ങ മോര് കാച്ചിനേക്കാൾ കൂടുതൽ ഇഷ്ടം മോര് കറിയാണ്, തേങ്ങ അരച്ച് കറിയാണ്. കുമ്പളങ്ങ ഇട്ട് വെക്കുന്നതും അതേ കായിട്ട് വെക്കണം എനിക്ക് ഇഷ്ടം. അതാണ് ഞാൻ പാസ്സെടുത്ത് പറഞ്ഞത്. എനിക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് പ്ലീസ്. ഇരട്ടക്കുട്ടി ഉണ്ടാവുന്നു തോന്നുന്നു. കാരണം ഇരട്ടക്കാ വെച്ച് കഴിക്കുന്നു. അതിൻ്റെ തേങ്ങ ഉണ്ടാക്കി തേങ്ങ ഇതാക്കിയപ്പോഴേക്കും കാണിച്ചില്ല. തേങ്ങയ്ക്ക് ഉണ്ട് കൂന്, നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ചെറിയ കൂന് ഇവിടെ നിൽക്കുന്നത്, ഒരു കൂന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇരട്ടക്കുട്ടി ഉണ്ടാവുന്ന ശ്രുതി പറഞ്ഞത്. ഇല്ല ശ്രുതി, ഇരട്ടക്കുട്ടി ഉണ്ടാവില്ലേ? എല്ലാം ഇരട്ടക്കളിയാണെന്ന്. ആ ഓക്കെ. അരിഞ്ഞത് കഞ്ഞിവെള്ളത്തിലിട്ട്, കാരണം കറയുടെ കാര്യം കൊണ്ട് അല്ലേ, കറയുടെ കാര്യം കൊണ്ട് കഞ്ഞിവെള്ളത്തിലിട്ട് കറ ഇളകുന്ന ശ്രുതി പറഞ്ഞത്. നിങ്ങൾക്കും കറ ബുദ്ധിമുട്ട് വരുന്ന ഫീൽ ഉണ്ടെങ്കിൽ ഇതും കറി ആയിട്ടില്ല. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിടുക, അപ്പോൾ കറ ഇളകില്ല. ഇതൊക്കെ ഓരോരോ അമ്മച്ചി ട്രിക്സാണ് അല്ലേ ശ്രുതി? ശ്രുതി പണ്ട് ഓരോരുത്തർക്ക് കണ്ടുപിടിച്ച ട്രിക്സാണ് അതൊക്കെ. അമ്മൂമ്മയുടെ അടുത്തും വല്യമ്മമാരുടെ അടുത്തൊക്കെ അല്ലേ? കാരല കാരല മീൻസ് ഇലേന്റെ ആ മറ്റേ നാരുണ്ടാവില്ല, അത് ഫുള്ളും കളഞ്ഞ് വെറും ഇലയാണ് എടുക്കേണ്ടത്. അതെടുത്ത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കി സംഭവം വേറെ ലെവലാണ്. ആദ്യം കഴിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ലതാ. വീണ്ടും എടുത്തിട്ടോ.
ഓ ഇതാ അവിടുത്തെ ഇത് കിച്ചൺ ടവലല്ലേ? ഞാൻ മറ്റേ ടവൽ ഓൾറെഡി ക്ലിപ്പ് ഇട്ടാണ് വീണ്ടും വീണ്ടും വെച്ച്. അപ്പോൾ ടോർച്ച് ഇട്ടിട്ട് ഫോൺ തേക്കുന്ന സ്പീഡ് അപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അപ്ലോഡ് തീർന്നിട്ടില്ല. അതിങ്ങനെ കറങ്ങി 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 എപ്പോൾ തുടങ്ങി വരേണ്ടി രാവിലെ തുടങ്ങി വരേണ്ടിയാണ്. അതിപ്പോൾ തീർന്നില്ല. മെയിനായിട്ട് കറണ്ട് പോയതുകൊണ്ട് കുറച്ച് സ്വിച്ച് ഓഫ് ആയതിലാണ്. അല്ലെങ്കിൽ കുറച്ച് പകലൊക്കെ ചെയ്ത് തീർന്നേനെ. എൻ്റെ ശ്രുതി എന്ത് ചെയ്യാൻ പണ്ടൊക്കെ കുഴപ്പമില്ല. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ബ്ലോഗിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ബ്ലോഗ് മിക്കവാറും ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ. മിക്കവാറും 1 മണിക്കൂർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ കറി ഉണ്ടാക്കുന്ന സ്റ്റെപ്പാണ്. മോര് കറി, സിമ്പിൾ മോര് കറി ഗൈസ്. അത് ലാസ്റ്റ് ഇട്ടായി കാരണം താളിക്കാളല്ലേ. അരിഞ്ഞ് വെച്ചോ. പിന്നെ ഉണക്കമുളകുണ്ടോ നമുക്ക്? ഉണക്കമുളകില്ല, പച്ചമുളക് താളിച്ചാൽ മതി, കുഴപ്പമില്ല. ഉണക്കമുളകില്ല, പച്ചമുളകും ഇല്ലല്ലേ? പച്ചമുളക് 1-2 ഉണ്ടാവുമോ താളിക്കാനായിട്ട്? ആ സൂര്യ സെറ്റ് ആയിക്കോളെന്നുള്ളത് നോക്കാം. ഗൈസ് നമ്മൾ തേങ്ങ കരച്ച് വെച്ചത് കറണ്ട് പോയി ഗൈസ്. വീണ്ടും കറണ്ട് പോയി. എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ അങ്ങനെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് കറണ്ട് പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നോളൂ കളി തുടങ്ങാൻ വേണ്ടി പോകുന്നോട്ട്. അവിടെ കറണ്ട് പോയി. വലിയ DP കറണ്ട് പോയത്. ഇനി ടോർച്ച് വെച്ച് ഇന്ന് കുക്ക് ചെയ്യണം. അതാണ് അവസ്ഥ. ഇനി ഫുഡ് കഴിക്കാനും വെട്ടുണ്ടാവില്ല അല്ലേ? ടോർച്ച് വെച്ച് ഫുഡ് കഴിക്കാൻ ഇരുന്നില്ല. ഫുള്ള് ഈച്ച വന്ന് ഫുഡിലൊന്നും വീണ് പ്രാണി വന്ന് വീണ് ഭയങ്കര ബുദ്ധിമുട്ടായി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ആ ഒരു സങ്കടം. എന്തൊരു കഷ്ടമാണ് കറണ്ടിൻ്റെ കാര്യത്തിൽ. സത്യമായിട്ടും എന്നിട്ട് കാര്യമില്ല. പുറത്തൊന്നും മഴയില്ല, തുള്ളി പോലും മഴയില്ല. എന്നിട്ട് കറണ്ട് എന്താണെന്ന് മനസ്സിലായില്ല. ഓൾറെഡി ഇന്നത്തെ ദിവസം പകല് ഫുള്ള് കണ്ടിട്ടുണ്ടായില്ല. ഫോണിൽ ചാർജ് ഇല്ലാണ്ടായില്ല. അങ്ങനെ കുറേ പെട്ട അവസ്ഥയായിരുന്നു. ഇന്ന് ലൈവ് പോകുമ്പോൾ ശരിയാ. അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് അപ്പോൾ വീണ്ടും കണ്ടിട്ട് ഈ സമയത്ത് രാത്രി സമയത്ത് തുറന്നപ്പോൾ തന്നെ പ്രാണി വീണ്. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയാൽ പ്രാണി വീട്ടിലേക്ക് കൂടുതൽ. കാരണം വേറെ എവിടെയും വെട്ടുണ്ടാവില്ല, ടോർച്ചിനോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പ്രാണികൾ വരും, വലിയ അടിയാന്ന് മാറും. എന്തൊരു കഷ്ടമാണ്. സോറി വിളക്കെത്തിക്കണം, വിളക്കെടുത്ത് വെച്ചിരിക്കുന്നു. വിളക്കെത്തിക്കണം. കാരണം ഈ കറണ്ട് എപ്പോഴും പിടിയില്ലാത്ത അവസ്ഥയില്ല. വിളക്കടപ്പത്തിന് കത്തിച്ചോ, ചെരിച്ച് കത്തിച്ചോ വിളക്ക്. കത്തൂലേ? ആ കത്തി മതി. വിളക്കെത്തിച്ചു കേസ്. വേണോ? ഇല്ല നീ വെട്ടടിച്ച് വിളിച്ചിട്ടുണ്ടോ? അടച്ചേക്ക്. എന്താണ് എന്താ എന്നാൽ ടോർച്ച് ഞാൻ ഇവിടെ നിന്ന് പിടിക്കാം. അതാകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രാണിയിലുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ടോർച്ച് പൊക്കി പിടിച്ചതാ. നീ കുക്കിങ് ചെയ്. എൻ്റെ ഒന്ന് പ്രാണികളൊക്കെ എങ്ങനെയൊക്കെ പേടിക്കണം അല്ലേ ശ്രുതി? ഇന്നോട്ട് കാര്യമില്ല, കുഴപ്പമില്ല, പോട്ടെ. തേങ്ങാരപ്പ് ഒഴിക്കണം ആദ്യം. എന്നിട്ട് അതൊക്കെ ഇളക്കിയിട്ട് കുറച്ച് മോര് ഒഴിക്കണം. അങ്ങനെയൊക്കെയാണ് ഈ മോര് ഉണ്ടാക്കുന്നത്. സിമ്പിൾ റെഡിയാണ്. ലാസ്റ്റ് കടുക് കളിക്കണം. കടുവിന് വേറെ ഭാഗത്ത് താളിച്ചിട്ട് വെച്ചാൽ അതിനകത്തേക്ക്. അപ്പോൾ റെസിപ്പി അറിയത്തൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. സിമ്പിൾ കറിയാണ് ഗൈസ്. അതുകൊണ്ട് വലിയ അധികം പരിപാടികളില്ല. അയ്യോ അതാക്കാൻ അണക്കി ഇത് മതി ആയിക്കോളൂ. അകത്തേക്ക് തീ കയറില്ലല്ലോ. അകത്തേക്ക് ഓക്സിജൻ ഇല്ലാത്തോണ്ട് കയറില്ല. ഓഹ് എൻ്റെ മേത്താണ് പ്രാണി ഫുള്ളും വീണ് നടക്കുന്നത്. ദൈവമേ എന്താണ്. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യണം. പക്ഷേ മിക്സി കണ്ടില്ലാത്തതുകൊണ്ട് ഇനി കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ അല്ല ശ്രുതി. കൈ കൊണ്ട് തന്നെ അടിച്ച് സെറ്റപ്പാക്കാണ്. അതായത് തോയിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. വേറെ ഒരു ഇതുമില്ല, ഓപ്ഷനും ഇല്ല. എൻ്റെ മേത്താണെങ്കിൽ മുഖത്തും കണ്ണാടിയിലും വായിലും എല്ലായിടത്തുമൊക്കെ പോകുന്നു ജീവികൾ ഓരോന്ന് പറന്നു വന്നിട്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഗൈസ് ആ പ്രശ്നം. പെട്ടെന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ. എൻ്റെ തലയിൽ കൂടെയൊക്കെ ശരിക്കും എന്തൊക്കെയോ അരിച്ചിറങ്ങുന്നുണ്ട്. ഫുള്ളും കണ്ടില്ലാത്തതുകൊണ്ട് കുക്കിംഗ് രാത്രിയായത്. എന്നിട്ട് അവന്മാർ രാത്രി വീണ്ടും കണ്ടുപിട്ടിയത്. എന്തൊരു അവസ്ഥയാണ് എൻ്റെ ശ്രുതി. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കണ്ടിച്ചിടാത്ത മതി. ആ ടോർച്ച് ഓഫ് ചെയ്ത് ഗൈസ്. കാരണം ഭക്ഷണം കഴിക്കാൻ വെട്ടം വേണ്ടേ. കറണ്ട് വന്നില്ലെങ്കിലോ രാത്രിയിൽ. ഇനിയിപ്പോൾ ഞാൻ KSBനെ വിളിക്കണം, വേറെ വഴിയില്ല. എൻ്റെ ശ്രുതി എന്തുകൊണ്ടാണ് കറണ്ട് രാത്രി നടണമല്ല. അമ്മ രാത്രി സമയത്ത് കറണ്ട് പൊക്കിച്ച് മനുഷ്യൻ ബുദ്ധിമുട്ടിക്കുന്ന ശരിയാവില്ലല്ലോ.
ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച് താളിച്ചാൽ കറിയായി. ഭാഗത്തിന് കരണ്ടും വന്ന് കുറച്ച് കായ ഇടുന്നുണ്ട്. കായ എല്ലാവരും ഇടുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ ഇടും. ഇല്ല നിഷു കുറച്ചിട്ടാൽ മതി. വളരെ ചെറിയ കഷ്ണം പച്ചക്കായാണ്, മറ്റേ പൊടിക്കായമില്ല. ചെറുതായിട്ട് വളരെ വളരെ പൊടിക്കായിട്ടത്. അത് വേറെ കാര്യം. ഒരു നഖത്തിൽ ഒരു കുറച്ച് കയറണം അത്രേ ഇട്ടുള്ളൂ. ഉരുവ് പൊട്ടിച്ച് ഉരുവ് പൊട്ടിച്ച് ഇനി കടുക് പൊട്ടിച്ച് ഞാൻ പഴുട് കയറുന്നു. അപ്പോൾ കൈസത്തേക്ക് കടുക് കളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് 5 മിനിറ്റ് കണ്ടിരിക്കട്ടെ. എന്നിട്ട് ആ സ്മെല്ലല്ലേ, എന്നിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് കഴിക്കാം. ഫുഡായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ അതിന് ഫുഡ് വിളമ്പെടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാം. മോര് സെറ്റ് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കുന്ന ഐഡിയാസാണ്. ഏകദേശം എല്ലാം ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കുന്ന ഐഡിയാസാണ് അല്ലേ. ഇത് കറി കൊണ്ടുവച്ചിട്ട് ശ്രുതി കഴിക്കണം. ശ്രുതി കറി വേണം പറഞ്ഞു, എനിക്ക് കറി വേണം. അപ്പോൾ എന്തായാലും കറി ചേർത്ത് കഴിക്കാം. പിന്നെ വെളുത്തുള്ളി അച്ചാറ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിരിപ്പുണ്ട്. അത് തീരാറായില്ലേ ശ്രുതി? കുറേ നാളെ തീരും അല്ലേ? ചിലപ്പോൾ ഇന്ന് തന്നെ തീരും. എന്തായാലും കഴിക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് എനിക്ക് ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയി കുറേ പോർഷൻസിലൊക്കെ. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ക്ഷമിക്കുക, മാക്സിമം നമ്മൾ ലെങ്ത്ത് കുറയ്ക്കാൻ ശ്രമിക്കാം. എന്ന് ചേർത്തത് കുറച്ച് കഥ കുറച്ചിൽ കൂടിപ്പോയി. അനാവശ്യമായിട്ടുള്ള സംസാരം ആർജയ്ക്കാണ്, എനിക്കല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ലൈക്കും അടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ എന്തായാലും കമന്റ്സിലൊക്കെ രേഖപ്പെടുത്തുക. ഡിസ്ലൈക്ക് അടിച്ചാൽ എന്താണ് റീസൺ എന്നുള്ളതും കൂടി. അപ്പോഴും നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.